പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടനമുണ്ടായി. 10 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. അക്രമത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു കഴിഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പോവുകയായിരുന്ന വാഹനത്തിന് സമീപം ബോംബ് പൊട്ടിത്തെറിച്ചു. ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റയിലാണ് സ്ഫോടനമുണ്ടായത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, യഥാർത്ഥത്തിൽ ഈ ബലൂചിസ്ഥാനിലെ ആർമി എപ്പോഴും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ തന്നെ ഒരു കാലത്ത് ഉപയോഗിച്ചവർ പാകിസ്ഥാനെ തിരിഞ്ഞു കൊത്തുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. പറയൂ. തീർച്ചയായും എസ്കേൻ, ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടായെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ സൈന്യം സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. IED ബ്ലാസ്റ്റാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പാകിസ്ഥാൻ സൈന്യമുണ്ടായിരുന്നു. 10 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുള്ളതായിട്ട് 10 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുകയാണ്. ഏതാണെങ്കിലും എസ്കേൻ സൂചിപ്പിച്ചതുപോലെ അവർ തന്നെ ഉപയോഗിച്ചിരുന്ന ആർമി ഇപ്പോൾ അവർക്ക് തന്നെ തലവേദനയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഇത്തരത്തിലേക്കുള്ള സമാന ആക്രമണങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈനിക വാഹനത്തിന് നേരെയാണ് ഇവർ ഈ സമാന രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. വിജയാണ് വിവരങ്ങൾ നൽകിയത്.